ഷാജേട്ടൻ വരുമ്പോൾ ചായക്ക് മിച്ചറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പാൽ ചായയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇപ്പോൾ വൈകിട്ട് ഇവിടെ എന്നും മഴ പെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള ചായയൊക്കെ എടുത്ത് ടേബിളിൽ വന്നിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഓരോരുത്തർ വന്നിരിക്കണേ ഉള്ളൂ. ഷാജേട്ടനുള്ളത് ഉമ്മർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആൾ വീഡിയോയിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് സ്ഥിരം പരിപാടിയുണ്ട്, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നുറുക്കി വെക്കൂട്ടോ. രാവിലത്തേക്കുള്ളതാണേ. രാവിലേക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് തലേദിവസം തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങൾ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വെള്ളയപ്പാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറിക്കുള്ളതും പിന്നെ മുരിങ്ങക്കായ വെച്ചിട്ട് തോരനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് പെറുക്കി വെച്ചു, നാളികേരം ചിരകി വെച്ചു. ഇത് നമ്മൾ വെള്ളയപ്പത്തേക്കുള്ള മാവ് അരയ്ക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ലോങ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഇവിടെ വെള്ളയപ്പമാവും ദോശമാവും അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങോട്ട് പൊക്കോളും. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ മാവ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവേ. അപ്പോൾ അത് ആ മാവൊക്കെ അരച്ച് സെറ്റ് ചെയ്തൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മളൊരു അടിയിലൊരു വേറൊരു വലിയൊരു പാത്രം വെച്ചിട്ടാണ് വെക്കാറ്, അല്ലെങ്കിൽ അത് തൂവിപ്പോവും. എന്നിട്ട് നമ്മൾ കിച്ചൺ ടേബും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിച്ചണിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പകലിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കാറുണ്ട്, നൈറ്റ് കുറച്ച് അധികം നേരം ഞാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.